അങ്ങനെ ഇസ്രയേലിൽ വലിയ രീതിയിലുള്ള ആക്രമണം ഹിസ്ബുള്ള തൊടുത്തു വിടുന്നില്ല എന്ന് ഇസ്രയേൽ തന്നെ വാദിക്കുമ്പോഴും അതിനൊരു തെളിവാണ് നമ്മൾക്ക് കിട്ടുന്നത്. അതായത് പലരും ആ ഒരു ഹിസ്ബുള്ളയുടെ ആക്രമണം റിപ്പോർട്ട് ചെയ്യുമ്പോൾ വിലക്കുന്ന സാഹചര്യമാണ് ഇസ്രയേൽ എടുക്കാറുള്ളത്. അവിടുത്തെ യാതൊരുവിധ നാശനഷ്ടങ്ങളോ അവിടെ സംഭവിക്കുന്ന ആക്രമണത്തിൻ്റെ വിവരങ്ങളോ ഇസ്രയേൽ മാധ്യമങ്ങളൊന്നും തന്നെ പുറത്തുവിടാറില്ല. വളരെ വൈകിട്ടാണ് പുറത്തുവിടാറുള്ളത്. എന്നാൽ പുറത്തുവിട്ടാൽ അതിൻ്റെ വിശദാംശങ്ങളൊന്നും അവർ ഇതുവരെ പറയാൻ തയ്യാറായിട്ടില്ല. അവർ പലപ്പോഴും പറയുന്ന ഇക്കാര്യങ്ങളാണ്. അതായത് ഹിസ്ബുള്ളയുടെ ഡ്രോൺ ആക്രമണത്തെക്കാട്ടിൽ ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ ഹിസ്ബുള്ളയിലേക്ക് അല്ലെങ്കിൽ ഹമാസിലേക്ക് ആക്രമണം നടത്തുന്നത് എന്നതാണ്. ശരിയാണ്, ആക്രമണം നടത്തുന്നുണ്ട്. അതിൽ മനുഷ്യർ, സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ ഒരുപാട് പേര് മരിക്കുന്നുണ്ട്. ഒരു പ്രശ്നത്തിനോ ഒരു രീതിയിലും ഇസ്രയേലിനെ ബുദ്ധിമുട്ടിക്കാത്ത അനേകം കുഞ്ഞുങ്ങളാവട്ടെ, വയോധികരാകട്ടെ, സ്ത്രീകളാവട്ടെ, നിരവധി പേര് മരിക്കുന്നുണ്ട്. എന്നാൽ തിരിച്ച് ഈ ഹിസ്ബുള്ള അത്തരം രീതി കടുപ്പിച്ചു കഴിഞ്ഞാൽ ഇസ്രയേൽ തീരുമെന്നതിൽ സംശയമില്ല. പക്ഷേ ഇസ്രയേലിലേക്ക് വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിവിടുന്നത് വളരെ തന്ത്രപ്രധാനപരമായിട്ടാണ്. അതായത് അവരുടെ IDF, പിന്നീട് ഈ ആയുധങ്ങളൊക്കെ നിർമ്മിക്കുന്ന കമ്പനി, പിന്നെ ആ ആയുധങ്ങൾ സംരക്ഷിക്കുന്ന ആ ഒരു സ്ഥലം അല്ലെങ്കിൽ ആ ഒരു വ്യോമതാവളത്തിലേക്കൊക്കെയാണ് ഹിസ്ബുള്ള നയതന്ത്രപരമായിട്ടുള്ള ഈ ആക്രമണം നടത്തുന്നത്. എന്നാൽ ഇപ്പോൾ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്കും ഹിസ്ബുള്ളയുടെ ഡ്രോൺ ആക്രമണം ചെന്ന് വീഴുന്ന ഒരു സാഹചര്യമുണ്ടായി. കാരണം അന്താരാഷ്ട്ര മാനുഷിക കോടതി പോലും അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിപ്പിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് അത്രയേറെ ഹത്യ അല്ലെങ്കിൽ അത്രയേറെ വംശഹത്യ നടത്തിയ ഈ ഒരു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അത്രയും നീചമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഇസ്രയേലിലെ ജനവാസ മേഖലകളിലേക്കും ഏത് നിമിഷവും ഹിസ്ബുള്ളയുടെ ആക്രമണം വീഴുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത് ഇസ്രയേൽ തള്ളിക്കളഞ്ഞാലും അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു മലയാളി അത്തരം ഒരു വീഡിയോ, അതായത് താൻ ഇസ്രയേലിൽ പോകുന്ന ഒരു വ്ളോഗറായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ്, ഹിച്ച് ഹൈക്കിംഗ് എന്ന യൂട്യൂബ് ചാനലിലെ മഹീനസ് എന്ന് പറയുന്ന ഒരു യുവാവാണ് ഇസ്രയേലിലേക്ക് പോകുന്നത്. അവിടെ പോയിട്ട് അവിടുത്തെ സ്ഥലങ്ങളുടെയും അല്ലെങ്കിൽ അവിടുത്തെ പള്ളികളുടെയും അല്ലെങ്കിൽ അവിടുത്തെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തു പറയുമ്പോൾ അവിടെ ഹിസ്ബുള്ളയുടെ ആക്രമണം നടക്കുന്ന സംഭവങ്ങളെ പറ്റിയും പറയുന്നതാണ്. അതായത് അദ്ദേഹം നടന്നു പോകുന്ന പല സ്ഥലങ്ങളും അല്ലെങ്കിൽ ഈ ഹിസ്ബുള്ളയുടെ ആക്രമണം നടക്കുന്നത് കൊണ്ട് തന്നെ ബങ്കറിൽ താമസിക്കുന്നു. അദ്ദേഹം താമസിക്കുന്ന അല്ലെങ്കിൽ മറ്റ് ഫ്ലാറ്റുകളുടെ ഒരു 100 അല്ലെങ്കിൽ 200 മീറ്ററിന് അപ്പുറത്തേക്ക് ഹിസ്ബുള്ളയുടെ ഡ്രോൺ ആക്രമണം വീഴുന്നു. വളരെ പേടിച്ചുകൊണ്ടാണ് അവിടുത്തെ ആളുകൾ ഉറങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ ഒരു യൂട്യൂബ് ചാനലിൽ തൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ട്രാവലർ വ്ളോഗ്. അപ്പം ആ ഒരു വ്ളോഗിലൂടെ കാണിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കും ഹിസ്ബുള്ളയുടെ തിരിച്ചടി എങ്ങനെയൊക്കെയാണെന്ന്. പലപ്പോഴും ഇസ്രയേൽ മറച്ചു വെക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാണ് ഈ ഹിസ്ബുള്ളയുടെ ആക്രമണം എന്ന് പറയുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു അൽ ജസീറ എന്ന് പറയുന്നിട്ടുള്ള ഒരു അന്താരാഷ്ട്ര മാധ്യമം പൂട്ടിയതും അല്ലെങ്കിൽ അദ്ദേഹം ആ ഒരു ചാനലിൻ്റെ വാർത്തകളൊക്കെ നിർത്തിവെപ്പിക്കുന്ന ഒരു നടപടിയിലേക്ക് ഈ ഇസ്രയേൽ കടന്നതുമൊക്കെ. കാരണം അവർ പച്ചയായിട്ടുള്ള സത്യങ്ങൾ വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിലായിരുന്നു ആ ചാനൽ പൂട്ടിക്കാനോ അല്ലെങ്കിൽ നിർത്തിവെക്കാനൊക്കെ ഉള്ളൊരു നടപടി ഇസ്രയേൽ സ്വീകരിച്ചിരുന്നത്. മറ്റ് സ്ഥലങ്ങൾ ഇനി നോക്കുകയാണെങ്കിൽ തന്നെയും അവർക്കും ഇതേ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ മറച്ചു പിടിക്കാനാണ് പലപ്പോഴും ഈ IDF അല്ലെങ്കിൽ ഇസ്രയേൽ ശ്രമിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഉദാഹരണം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോകൾ എല്ലാം പറഞ്ഞൊരു കാര്യം തന്നെയാണ്, സൈനികരുടെ ഗണ്യമായിട്ടുള്ള കുറവും അവരുടെ ആത്മഹത്യയും. അതങ്ങനെ തന്നെ പോട്ടെ. ഇപ്പോൾ ഈ വീഡിയോയിലൂടെ നമുക്ക് ആ ഒരു ചെറുപ്പക്കാരൻ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹിസ്ബുള്ളയുടെ ആക്രമണം ജനവാസ മേഖലയിലേക്ക് വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. മാത്രമല്ല സൈറണുകൾ മുഴങ്ങുന്ന സൗണ്ട്, പിന്നെ ബങ്കറിനുള്ളിൽ ആളുകൾ ഓടി ഒളിക്കുന്ന സംഭവങ്ങൾ ഉൾപ്പെടെയാണ് ഈ ഒരു വീഡിയോയിലൂടെ വ്യക്തമാകുന്നത്. അത് എത്രത്തോളമാണ് എന്നുള്ളത് നമുക്ക് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം മനസ്സിലാകും. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇസ്രയേൽ അല്ലെങ്കിൽ ഇസ്രയേലിലേക്ക് വലിയ രീതിയിലുള്ള ആക്രമണം തന്നെയാണ് ഹിസ്ബുള്ള തൊടുത്തു വിടുന്നത് എന്ന്. പലരും ഇപ്പോൾ ഹിസ്ബുള്ളയ്ക്ക് സഹായകമായി വരുമ്പോഴും ഹിസ്ബുള്ളയുടെ നിലപാട് എന്നും ഒരു കാര്യത്തിലേക്ക് മുന്നോട്ട് പോവുക തന്നെയാണ്. അതുകൊണ്ട് അവർക്ക് എത്ര നേതാക്കൾ പോയാലും ഇനി ആരൊക്കെ മരിച്ചാലും ശരി തന്നെ, തൻ്റെ മണ്ണിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഹിസ്ബുള്ള ഏതൊരറ്റം വരെയും പോകാൻ തയ്യാറാണ് എന്നുള്ളത് തന്നെയാണ്. കാരണം അല്ലെങ്കിൽ അവർക്ക് ഇത്രയും അധികം വംശഹത്യ നടത്തിയെങ്കിൽ അവർക്ക് പിന്തിരിഞ്ഞ് പോകാമായിരുന്നു. പക്ഷേ അവർക്ക് മരണമല്ല അവിടെ അവരുടെ പരാജയം
പരാജയം എന്ന് പറയുന്നത്. ഹിസ്ബുള്ളയ്ക്ക് മരണം ഒരു പരാജയമായിട്ട് അവരുടെ ചരിത്രത്തിൽ പോലും അവർ കാണാത്ത രീതിയിലേക്കാണ് ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഹിസ്ബുള്ള ഇനി എത്ര കൊന്നു കളഞ്ഞാലും എത്രയൊക്കെ ചെയ്താലും അവരെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഹിസ്ബുള്ള ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം. ഇനി മെറ്റൂലയിലെ 60% കെട്ടിടങ്ങളിലും ഹിസ്ബുള്ളയുടെ റോക്കറ്റുകൾ ഇടിക്കുകയും അവിടെ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്യുന്നതായിട്ട് വൺ ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇസ്രയേലി മാധ്യമങ്ങളാണ് ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തത്. പിന്നീട് അത് നമ്മുടെ നാഷണൽ ചാനലുകളിലും വാർത്തയായിരുന്നു. അതായത് പലയിടത്തും ഈ ഇസ്രയേലിൻ്റെ കാര്യങ്ങൾ പലരും റിപ്പോർട്ട് ചെയ്യുന്നില്ല. അതിൻ്റേതായ കാര്യങ്ങളും താക്കീതും നടപടിയൊക്കെ ഇസ്രയേൽ സ്വീകരിക്കുന്നത് കൊണ്ടാണ്. ഇനി സെറ്റിൽമെൻറ്റിലെ 1 വർഷം 2 മാസവും എല്ലാ ദിവസവും തീവ്രമായിട്ടുള്ള തീപിടുത്തത്തിനും ടാങ്ക് വിരുദ്ധ മിസൈൽ ആക്രമണങ്ങൾക്കും വിധേയമായിട്ടുണ്ട്. അതിനർത്ഥം എന്ന് പറയുന്നത് ഹിസ്ബുള്ളയുടെ നിരന്തരമുള്ള ഡ്രോണുകൾ ഇസ്രയേലിൽ പതിക്കുന്നുണ്ട്, അവിടെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത്. ഈ ഹിസ്ബുള്ളയുടെ ഡ്രോൺ ആക്രമണം നടന്നപ്പോൾ ഇസ്രയേൽ ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പോയ 2 കാര്യങ്ങളാണ്. ഒന്ന്, ബെഞ്ചമിൻ നെതന്യാഹു യാത്ര ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഈ ഒരു വിമാനത്താവളത്തിൻ്റെ നേർക്ക് ഒരു ഡ്രോൺ ആക്രമണം ഉണ്ടായി. രണ്ടാമത്, ബെഞ്ചമിൻ നെതന്യാഹു കടന്നുറങ്ങുന്ന തൻ്റെ ബെഡിനടുത്ത് പോലും ഡ്രോൺ എത്തുന്ന സാഹചര്യം, അതായത് ഡ്രോൺ ആക്രമണം നടക്കുന്ന സാഹചര്യമുണ്ടായി. ഇത് രണ്ടും ഇസ്രയേലിനെ വല്ലാണ്ട് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമായിരുന്നു. കാരണം അവിടുത്തെ സാധാരണ ജനങ്ങൾ പോലും തിരിഞ്ഞു തുടങ്ങി. പ്രധാനമന്ത്രിയെ ഇപ്പോൾ കണ്ണെടുത്താൽ കാണാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് അവർ മാറ്റി നിർത്തിയിരിക്കുകയാണ്. കാരണം ഏത് നിമിഷവും അവർ ഏത് രീതിയിലും എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നുള്ള ഒരു രീതിയിലേക്കൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ ഒരു തെളിവ് സഹിതമുള്ള ഒരു വീഡിയോയും കൂടി ജനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുന്നത്. എന്നിരുന്നാലും ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങൾ മൂലം കനത്ത പ്രഹരങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഈ ഇസ്രയേലിലേക്ക് നടക്കുന്നത്. സൈനിക മേഖല ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ഹിസ്ബുള്ള ആക്രമണം നടത്തുന്നത്. സൈനിക മേഖല തകർക്കുന്നതാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ സൈനികരുടെ എണ്ണവും ആയുധ ശേഖരങ്ങളും ഒക്കെ കുറയുന്നത്. ഇനി 450-ലധികം വീടുകൾക്കാണ് ഈ മെറ്റൂലയിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചത്. ഇനി മേയർ ഡേവിഡ് അസോല സെറ്റിൽമെൻറ്റിൻ്റെ നില അവിടെ വിവരിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. അതായത് ഞങ്ങൾ നിലവിൽ സങ്കീർണമായിട്ടുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ഒരു വലിയ നാശം കാരണം മെതുലയിൽ നിന്ന് അവശേഷിക്കുന്ന ആൾക്കാരൊക്കെ കുറവാണ്. അവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. എല്ലാവരും ഓടി ഒളിക്കുന്ന ഒരു സാഹചര്യമാണ്. എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു പരിഭ്രാന്തി പരത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഇനി മാത്രമല്ല, ഇവിടുത്തെ വീടുകൾക്കൊക്കെ ഭാഗികമായും അല്ലെങ്കിൽ പൂർണ്ണമായും നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നതായിട്ടും പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഇസ്രായേൽ മാധ്യമങ്ങളോ അവരും അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ ഇതൊന്നും പറയാൻ തയ്യാറായിട്ടില്ല. IDF പോലും വ്യക്തമാക്കാൻ തയ്യാറായിട്ടില്ല. രാജ്യത്ത് വലിയ രീതിയിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോഴും ഇവരുടെ വിജയത്തെ ഊന്നിപ്പിടിച്ചുകൊണ്ട് മറ്റ് രാജ്യങ്ങളോടൊപ്പം എങ്ങനെയെങ്കിലും ഈ ഹിസ്ബുള്ളയെ തകർക്കാം അല്ലെങ്കിൽ ഹമാസിനെ തീർക്കാം എന്നുള്ള ഒരു രീതിക്ക് തന്നെ പോവുകയാണ്. സ്വന്തം രാജ്യം എങ്ങനെ പോകുന്നുണ്ട് എന്ന് പോലും ഈ ബെഞ്ചമിൻ നെതന്യാഹു നോക്കുന്നില്ല എന്നതാണ് അതിലെ ഒരു വാസ്തവം.